കഴിഞ്ഞ ദിവസം നമ്മൾ ഉമ്മീൻ്റെ വീട്ടിൽ പോയല്ലോ. അപ്പം നമ്മുടെ കസിനും കൂടി നമ്മുടെ കൂടെ വന്നായിരുന്നു കേട്ടോ. അവളാണെങ്കിൽ ഇവിടെ വന്നപ്പോൾ തൊട്ട് പറയുന്നതായിരുന്നു കേട്ടോ അവൾക്ക് സെക്കൻഡ് സ്റ്റഡ് അടിക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി വൈകിട്ടായി കഴിഞ്ഞപ്പോഴത്തേനും സെക്കൻഡ് സ്റ്റഡ് അടിക്കാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടോ. അങ്ങനെ നമ്മൾ അവിടെ ഷോപ്പിലെത്തി. ആദ്യം തന്നെ നമ്മൾ ഈ സെക്കൻഡ് സ്റ്റഡ് അടിക്കുമ്പോഴത്തേനും ആ ചേട്ടൻ ചെറിയൊരു ഓയിൽമെന്റ് തേച്ചായിരുന്നു കേട്ടോ. ജസ്റ്റ് അവിടെ നിന്ന് മരവിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ഇൻഫെക്ഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഓയിൽമെന്റ്സ് എല്ലാം തേച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് മാർക്ക് ചെയ്തിട്ടാണ് ഈ സ്റ്റഡ് അടിക്കുന്നത്. അങ്ങനെ സ്റ്റഡ് അടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവളുടെ മോൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി വേദന എടുത്തു. പക്ഷെ അവൾ പറഞ്ഞു ചെറുതായിട്ട് വേദന എടുത്തോളൂ. നമുക്ക് അത്ര ആഗ്രഹം ഉണ്ടാകും, നമുക്ക് വേദന ഒന്നും അറിയില്ലല്ലോ. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ സുറുമിക്ക് കൊതിയായിട്ടോ, സുറുമിക്ക് സ്റ്റഡ് അടിക്കണമെന്ന്. അങ്ങനെ ഉമ്മീൻ്റെ കയ്യും കാലും പിടിച്ച് ഉമ്മീനെ സോപ്പിട്ട് അവളും സ്റ്റഡ് അടിച്ചു. അവൾ സ്റ്റഡ് അടിച്ചേക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾ നോക്കൂ, അതാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കും കൊതിയ കേസ്. ഞാനും ഉമ്മീനെ സോപ്പിട്ട് ഞാനും കുത്തി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എന്താണ് കാതിലെന്ന്. അതേ കേസ് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ ആ സ്റ്റഡെല്ലാം അടിച്ചു. അപ്പോഴത്തേക്കും നമുക്ക് നല്ല വിശപ്പ് വന്നു കേട്ടോ. അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു തട്ടുകട കണ്ടപ്പോൾ നല്ല അടിപൊളി കൊള്ളിമുട്ടയും കഴിക്കാൻ തോന്നി. അങ്ങനെ ഞങ്ങൾ കൊള്ളിമുട്ടയും പാർസൽ മേടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ കാതുകുത്ത് വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. സ്റ്റഡ് അടിച്ചത് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാം. ഗൈസ് ടാറ്റാ, ബൈ.